അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം എന്നതിനെ പറ്റിയാണ്. ചുറ്റുമുള്ള ലോകം ഒരുപക്ഷെ നിശബ്ദമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അവിടെ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുകയാണ്. അവസാനിക്കാത്ത ചിന്തകൾ, വേട്ടയാടുന്ന ഓർമ്മകൾ, തീരാത്ത തർക്കങ്ങളും ഭയങ്ങളും. ജോലി കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സു മാത്രം വിശ്രമിക്കാൻ തയ്യാറല്ല. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അതിൻ്റെ വഴിക്ക് തനിയെ വിട്ടിരിക്കുകയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ജലാലുദ്ദീൻ റൂമി ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിച്ചു. മനസ്സിനെ നിശബ്ദമാക്കാനുള്ള ഒരേയൊരു വഴി അതിനെ അള്ളാഹുവിൻ്റെ സ്മരണയുമായി ചേർത്തുവെക്കുക എന്നതാണ്. ഇന്ന് നമ്മൾ വെറുമൊരു വീഡിയോ കാണുകയല്ല, മറിച്ച് ഒരു യാത്ര തുടങ്ങുകയാണ്. മനസ്സിൻ്റെ ആന്തരിക ബഹളങ്ങളിൽ നിന്ന് ഹൃദയത്തിൻ്റെ ശാന്തതയിലേക്കുള്ള ഒരു യാത്ര. ഈ വഴിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്നുകൂടി തിരിച്ചറിയും. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അള്ളാഹു കരുതിവെച്ച ആ വലിയ സമാധാനം നിങ്ങൾ കണ്ടുമുട്ടും. മനസ്സിനെ അതിൻ്റെ വഴിക്ക് തനിയെ വിട്ടുകൊടുത്താൽ അതൊരിക്കലും നിശബ്ദമാകില്ല. ചിന്തകൾ, ഓർമ്മകൾ, ഉത്കണ്ഠകൾ, ദേഷ്യം, ആഗ്രഹങ്ങൾ, അങ്ങനെ ഒന്നൊഴിയാതെ അവ വന്നുകൊണ്ടേയിരിക്കും. അവസാനിക്കാത്ത ഒരു ആന്തരിക ബഹളമാണത്. ചുറ്റുമുള്ള ലോകം എത്ര നിശബ്ദമായ മുറിയിലാണെങ്കിൽ പോലും ഉള്ളിലെ ആ ശബ്ദങ്ങൾ പുറത്തുള്ള എന്തിനേക്കാളും ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഉള്ളിലെ ആ അസ്വസ്ഥതകളെ അടക്കി മനസ്സിനെ അള്ളാഹുവിലേക്ക് തിരിക്കുക എന്നത് സൂഫിസത്തിൻ്റെ ജീവശ്വാസമായി മാറുന്നത്. മഹാനായ റൂമി ഇതിനെക്കുറിച്ച് എഴുതുന്നു: മനസ്സിനെ അതിൻ്റെ പാട്ടിന് വിട്ടാൽ അത് അഹന്തയുടെ വെറുമൊരു കളിപ്പാവയായി മാറും. എന്നാൽ അതിനെ ദിവ്യസ്മരണയുമായി ബന്ധിപ്പിച്ചു നോക്കൂ. അഹന്തയുടെ ആ ശബ്ദങ്ങൾ സാവധാനം മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്നത്തെ ജോലി ഒരുപക്ഷെ അവസാനിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ ചിന്തകൾ മാത്രം അവസാനിക്കുന്നില്ല. ഒരു മീറ്റിംഗ് കഴിയുന്നു, പക്ഷേ മനസ്സ് ഇപ്പോഴും അവിടെ തന്നെയാണ്. അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരാളുമായി ഒരു ചെറിയ തർക്കം നടക്കുന്നു, അത് അവിടെ അവസാനിച്ചെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ വാഗ്വാദങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നു. ഈ അനന്തമായ ചക്രത്തെ മുറിച്ചു കടക്കാനാണ് റൂമി നമ്മെ പഠിപ്പിക്കുന്നത്. ചിന്തകളുടെ ഈ ബഹളത്തിൽ നിന്ന് സ്മരണയെ അഥവാ സിക്റിനെ നമ്മുടെ ശ്രദ്ധയുടെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ആ വഴി. പക്ഷേ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സിക്ർ എന്നാൽ നാവുകൊണ്ട് വെറുതെ ചില വാക്കുകൾ ആവർത്തിക്കലല്ല. റൂമിയുടെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ സിക്ർ എന്നാൽ അത് അവസ്ഥയുടെ സ്മരണയാണ്. അതായത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിക്കുക എന്നതാണത്. ഒരാൾ പകൽ മുഴുവൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നേക്കാം, പക്ഷേ അയാളുടെ പ്രവൃത്തികൾ ഇപ്പോഴും അഹന്തയെയാണ് അനുസരിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സ് ഒരിക്കലും ശാന്തമാകില്ല. കാരണം അഹന്ത സംസാരിക്കുന്നത് നമ്മുടെ ഈ മനസ്സിലൂടെയാണ്. മനസ്സിന് കൃത്യമായ ആത്മീയ പരിശീലനം ലഭിച്ചില്ലെങ്കിൽ സിക്ർ എന്നത് വെറും ശബ്ദമായി മാത്രം അവശേഷിക്കും. അതൊരിക്കലും നമ്മുടെ ആത്മാവിനുള്ളിലെ ആ നിശബ്ദതയായി മാറില്ല. വിശുദ്ധ ഖുർആൻ ഈ സത്യം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആറാഫിൽ പറയുന്നു: അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അവർ ഗ്രഹിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, പക്ഷേ അവർ കേൾക്കുന്നില്ല. അവർ കണ്ണുകാലികളെ പോലെയാണ്, അതിനേക്കാളും വഴിപിലച്ചവരാണ്. ശരിയായ പരിശീലനം ലഭിക്കാത്ത ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഈ വചനം വിവരിക്കുന്നത്. സത്യം മുന്നിലുണ്ടായിട്ടും അത് ദർശിക്കാനോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാനോ കഴിയാത്ത വല്ലാത്തൊരവസ്ഥ. ആധുനിക മനഃശാസ്ത്രവും ഈ സത്യത്തെ ശരിവെക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ഈ ബഹളങ്ങൾ നമ്മുടെ ശ്രദ്ധയെ ചിതറിക്കുകയും വിവേചന ബുദ്ധിയെ പൂർണ്ണമായും മറയ്ക്കുകയും ചെയ്യുന്നു. ദേഷ്യവും ഉത്കണ്ഠയും അടങ്ങാത്ത ആഗ്രഹങ്ങളും ചേർന്ന് നമ്മുടെ മനസ്സിനെ ഒരു വലിയ കൊടുങ്കാറ്റാക്കി മാറ്റുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ കോഗ്നിറ്റീവ് ഡിസനൻസ് എന്ന് വിളിക്കുമ്പോൾ സൂഫികൾ ഇതിനെ നഫ്സിൻ്റെ ശബ്ദം അഥവാ താഴ്ന്ന വികാരങ്ങളുടെ ബഹളം എന്ന് വിളിക്കുന്നു. ഉപയോഗിക്കുന്ന ഭാഷകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അവ മുന്നോട്ട് വയ്ക്കുന്ന സത്യം ഒന്നു തന്നെയാണ്. സ്വന്തം നിലയ്ക്ക് വിട്ടുകൊടുത്താൽ ഈ മനസ്സ് തന്നെയായിരിക്കും ഒരാളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. റൂമിയുടെ പരിഹാരം എത്ര ലളിതമാണ്. മനസ്സിനെ സ്മരണയുമായി ബന്ധിപ്പിക്കുക. വീണ്ടും പറയട്ടെ, ഈ സ്മരണ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, അത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലുമാണ്. നിങ്ങൾ ദേഷ്യം അടക്കി പിടിക്കുമ്പോൾ അവിടെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞിനെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾ സ്മരിക്കുകയാണ്.
നിങ്ങളുടെ പങ്കാളിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും നിങ്ങൾ സ്മരിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല, അവ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കാനുള്ളതാണ്. നോക്കൂ, അൽ ഹലീം അഥവാ ക്ഷമയുള്ളവൻ. അകാരണമായ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ ആ നിമിഷം ഈ പവിത്രമായ നാമം നിങ്ങളിലൂടെ വെളിപ്പെടുകയാണ്. അസ്സമിയ അഥവാ എല്ലാം കേൾക്കുന്നവൻ. മറ്റൊരാളുടെ സങ്കടങ്ങൾ ആഴത്തിൽ ചെവി കൊടുക്കുമ്പോൾ ഈ നാമത്തിൻ്റെ പ്രകാശം നിങ്ങളിൽ നിറയുന്നു. അൽ വദൂദ് അഥവാ സ്നേഹനിധി. നിങ്ങൾ മറ്റൊരാളോട് ദയയോടെയും കരുണയോടെയും പെരുമാറുമ്പോൾ സ്നേഹത്തിൻ്റെ ആ ഉറവിടം നിങ്ങളിൽ ഉണരുകയാണ്. ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് മനസ്സിൻ്റെ ആഴത്തിലുള്ള ബഹളങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുന്നത്. ആധുനിക മനഃശാസ്ത്രം ഇതിനെ ബിഹേവിയറൽ തെറാപ്പി എന്ന് വിളിക്കുന്നു. നമ്മുടെ ചിന്തകളെ പെട്ടെന്ന് മാറ്റാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നമ്മുടെ പ്രവൃത്തികളെ മാറ്റാൻ തീർച്ചയായും സാധിക്കും. പ്രവൃത്തികൾ മാറുമ്പോൾ മനസ്സ് സാവധാനം അതിനെ പിന്തുടരുക തന്നെ ചെയ്യും. എപ്പോഴും ഉത്കണ്ഠയിൽ കഴിയുന്ന ഒരാളെ സങ്കല്പിക്കുക. അദ്ദേഹം പുതിയ ചെറിയ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങുമ്പോൾ ആ മനസ്സ് ശാന്തമാകാൻ തുടങ്ങുന്നു. ഇതിനെയാണ് സൂഫിസം ബിഹേവിയറൽ റിമെമ്പറൻസ് എന്ന് വിളിക്കുന്നത്. അതായത് പ്രവൃത്തികളിലൂടെ മനസ്സിനെ പരിശീലിപ്പിക്കുകയും അതിനെ ആഴത്തിലുള്ള നിശബ്ദതയിലേക്ക് നയിക്കുകയും ചെയ്യുക. ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സ് ആ സംഭവം വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് ആ മുറിവ് വലുതാക്കിക്കൊണ്ടിരിക്കും. ഉള്ളിൽ നിങ്ങൾ അവരോട് തർക്കിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ആ ബഹളം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇവിടെയാണ് റൂമിയുടെ ആ വഴി നാം തിരിച്ചറിയേണ്ടത്. ദേഷ്യത്തോടെ പ്രതികരിക്കരുത്. ആ വ്യക്തിയെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായി കാണുക. അവരെ ക്ഷമയോടെ നേരിടുക. ക്ഷമയോടെയുള്ള ആ ഒരു പ്രവൃത്തി നിങ്ങളുടെ ഉള്ളിലെ ബഹളത്തെ അറുത്തുമാറ്റുന്നു. കാരണം നമ്മുടെ അഹന്ത അഥവാ ഈഗോ വളരുന്നത് ദേഷ്യത്തിലാണ്. എന്നാൽ ക്ഷമയുടെ മുന്നിൽ ആ അഹന്ത പട്ടിണി കിടക്കുന്നു. അഹന്ത തളരുമ്പോൾ മനസ്സ് തനിയെ ശാന്തമാകുന്നു. മറ്റൊരു ഉദാഹരണം നോക്കൂ. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ചിന്തകൾ ജോലിയിലോ പണത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്കണ്ഠകളിലോ ആണ്. മനസ്സ് അസ്വസ്ഥമായിരിക്കെ വെറുതെ ഒരു ശരിയിൽ നിങ്ങൾ ആ മറുപടിയിൽ ഒതുക്കുന്നു. ആ നിമിഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തെയാണ് സേവിക്കുന്നത്. എന്നാൽ അവിടെ നിങ്ങളൊന്ന് നിർത്തി ഒരു ദീർഘശ്വാസമെടുത്ത് അവരെ ശരിക്കും കേൾക്കാൻ തയ്യാറാകുമ്പോൾ അസ്സമിയ എന്ന നാമം നിങ്ങളിൽ ഉണരുകയാണ്. അപ്പോൾ മനസ്സിൻ്റെ വെറുതെയുള്ള ചർച്ചകൾ മാഞ്ഞ് സത്യത്തിൻ്റെ ശബ്ദം മാത്രം ബാക്കിയാകുന്നു. ഇങ്ങനെയാണ് ഓരോ പ്രവൃത്തികളെയും സ്മരണയാക്കി മാറ്റിക്കൊണ്ട് നാം മനസ്സിനെ നിശബ്ദമാക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് റൂമി ലോകത്തെ പഠിപ്പിച്ചത് ഇന്നത്തെ മനഃശാസ്ത്രം പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു മഹാസത്യമാണ്. നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കുന്നത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ മനസ്സ് അറിയാതെ ആ വഴി പിന്തുടരുന്നു. ആ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ ഹൃദയത്തിന് സംസാരിക്കാൻ കഴിയൂ. മനസ്സിനെ ഒരു വലിയ വനമായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവിടെ അഹന്തയുടെ ശബ്ദങ്ങൾ എല്ലാ വശത്തു നിന്നും അലറുന്ന വന്യമൃഗങ്ങളെ പോലെയാണ്. അവ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, തളർത്തുന്നു, തെറ്റായ വഴികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. എന്നാൽ ദിക്ർ അഥവാ ദിവ്യ സ്മരണ എന്നത് ആ വനത്തിൻ്റെ മധ്യത്തിലുള്ള തെളിനീർ തടാകമാണ്. നിങ്ങൾ ആ തടാകത്തിനടുത്തെത്തുമ്പോൾ വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങൾ മായുന്നു. അവസാനം ആ തെളിനീരിൻ്റെ നിശ്ചലത മാത്രം ബാക്കിയാവുന്നു. റൂമി പറഞ്ഞു, സത്യത്തിൻ്റെ സ്മരണയിൽ നിങ്ങളുടെ മനസ്സിനെ തളച്ചിടുക. കാരണം മനസ്സ് നിശബ്ദമാകാതെ ഹൃദയത്തിനൊന്നും കേൾക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് നിശബ്ദമാക്കുക എന്നാൽ വെറുതെ ഒരിടത്തിരുന്ന് ചിന്തകളെ നോക്കി നിൽക്കലല്ല. കാരണം ചിന്തകൾ കൊണ്ട് മാത്രം ഒരിക്കലും ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രവൃത്തികൾ മാറുമ്പോൾ മാത്രമാണ് മനസ്സ് നിശബ്ദമാകുന്നത്. ഓരോ പ്രവൃത്തിയാണ് മനസ്സിൻ്റെ ദിശ നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തി അഹന്തയെയാണ് സേവിക്കുന്നതെങ്കിൽ മനസ്സിൻ്റെ ബഹളം ഒരിക്കലും നിൽക്കില്ല. എന്നാൽ ആ പ്രവൃത്തി അള്ളാഹുവിലേക്ക് തിരിയുകയാണെങ്കിൽ ആ മനസ്സ് സാവധാനം ശാന്തമാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് സൂഫിസം പെരുമാറ്റത്തിലെ അച്ചടക്കത്തിന് ഇത്രയധികം വില നൽകുന്നത്. അഹന്തയെ പരിശീലിപ്പിക്കാൻ പലരും വ്രതമനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ എല്ലാ വ്രതങ്ങളെക്കാളും വലിയ വ്രതം നമ്മുടെ പെരുമാറ്റത്തിലൂടെയുള്ള വ്രതമാണ്. അതായത് ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുക, ക്ഷമ കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, കാരുണ്യം ശീലമാക്കുക. ഇവയോരോന്നും മനസ്സിനെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടുന്ന പവിത്രമായ സ്മരണകളാണ്. മഹാനായ റൂമി പറയുന്നു, ഓരോ ആത്മാവിനും പ്രബലമായ ഒരു ദിവ്യനാമമുണ്ട്.
അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷ ഗുണം ആ വ്യക്തിയിലൂടെ ലോകത്തേക്ക് കൂടുതൽ ശക്തമായി പ്രകാശിക്കുന്നുണ്ടാകും. ചിലരിൽ അത് അൽ ഹലീം അഥവാ ക്ഷമയും സൗമ്യതയുമായിരിക്കാം. മറ്റുള്ളവരിൽ അത് അൽ വദൂദ് അഥവാ സ്നേഹവും വാത്സല്യവുമാണ്. ചിലരിൽ അത് സമീർ അഥവാ മറ്റുള്ളവരെ ആഴത്തിൽ ശ്രവിക്കാനുള്ള കഴിവാണ്. ഒരു വ്യക്തി തൻ്റെ ഉള്ളിലെ ആ പ്രബലമായ നാമം തിരിച്ചറിയുമ്പോൾ അവർ സ്വന്തം ആന്തരിക നിശബ്ദതയിലേക്കുള്ള താക്കോൽ കണ്ടെത്തുകയാണ്. അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ പവിത്രമായ വാതിൽ. അതെങ്ങനെ കണ്ടെത്താം? ഓരോ ദിവസവും നമ്മുടെ അഹന്തയുടെ പ്രേരണകൾക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതിലൂടെയാണത്. നിങ്ങൾക്ക് ദേഷ്യപ്പെടാമായിരുന്നിട്ടും നിങ്ങൾ ശാന്തനായിരിക്കാൻ തീരുമാനിക്കുമ്പോൾ അൽ ഹലീം എന്ന നാമം നിങ്ങളിൽ വിരിയുന്നു. അവിടെ അഹന്ത പട്ടിണിയിലാവുകയും മനസ്സ് നിശ്ചലമാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ആ സമീർ എന്ന ജീവൻ നിങ്ങളിൽ ജീവൻ പ്രാപിക്കുന്നു. നിങ്ങളുടെ പങ്കാളിക്ക് ചെറിയൊരു സമ്മാനം നൽകുമ്പോൾ മനസ്സ് ഒരുപക്ഷെ കണക്ക് കൂട്ടിയേക്കാം, അഹന്തയെ അതിനെ പരിഹസിച്ചേക്കാം. പക്ഷെ നിങ്ങളത് ഹൃദയത്തിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അൽ വദൂദ് നിങ്ങളിൽ തുറക്കപ്പെടുകയാണ്. ആ സ്നേഹം തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. ഒരു സുഹൃത്തിന് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സഹായം നൽകുമ്പോൾ അൽ മുയീൻ എന്ന നാമം നിങ്ങളിൽ ഉണരുന്നു. ആ നന്മയുടെ സമാധാനത്തിൽ നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കുന്നു. ഈ ചെറിയ പ്രവൃത്തികൾ പ്രത്യക്ഷത്തിൽ ലളിതമായി തോന്നാം, പക്ഷെ അവയ്ക്കുള്ളിൽ നിങ്ങളുടെ ആന്തരിക ബഹളങ്ങളെ അലിയിച്ചു കളയാനുള്ള മഹാശക്തിയുണ്ട്. കാരണം അഹന്തയുടെ സ്വാഭാവികമായ പ്രതികരണങ്ങളിലാണ് മനസ്സതിൻ്റെ വേരുകൾ അഴുത്തുന്നത്. ആ പ്രതികരണങ്ങളെ നിങ്ങൾ ബോധപൂർവം തടയുമ്പോൾ മനസ്സ് പതറുകയും സാവധാനം അള്ളാഹുവിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ആധുനിക മനഃശാസ്ത്രം ഇതിനെ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന് വിളിക്കുന്നു. നമുക്ക് ചിന്തകളെ പൂർണ്ണമായും നിശബ്ദമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് മാറ്റാൻ സാധിക്കും. ആ പുതിയ പ്രവൃത്തികൾ സാവധാനം ചിന്തകളെ തന്നെ പരിവർത്തനം ചെയ്യും. ദേഷ്യത്തെക്കുറിച്ചുള്ള ആധുനിക പഠനങ്ങളും ഇതുതന്നെയാണ് ശരിവെക്കുന്നത്. ദേഷ്യത്തിന് വഴങ്ങുന്നതിനു പകരം ഒരാൾ ശാന്തത ചിറഞ്ഞെടുക്കുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ ഉള്ളിലെ ആ കടുപ്പം മാറും. ശാന്തമായ നിങ്ങളുടെ ഓരോ പെരുമാറ്റവും ശാന്തമായിരിക്കാൻ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന സിഗ്നലുകളാണ്. ഇത് തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് റൂമി നമ്മെ പഠിപ്പിച്ചതും. മനസ്സിനെ ഒഴുകുന്ന ഒരു നദിയായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അഹന്ത അതിലേക്ക് നിരന്തരം കല്ലുകൾ എറിയുകയും ഭയത്തിലേക്കും ദേഷ്യത്തിലേക്കും ആ ഒഴുക്കിനെ തള്ളിവിടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ക്ഷമയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ നദി ദിശ മാറുകയാണ്. അഹന്തയുടെ ബഹളങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സ്മരണയുടെ ആഴങ്ങളിലേക്ക്. പെരുമാറ്റത്തിലെ ഈ അച്ചടക്കം നിങ്ങൾക്ക് മാത്രം സമാധാനം നൽകുന്ന ഒന്നല്ല, അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും ശാന്തി നിറയ്ക്കുന്നു. വീട്ടിലൊരു പിതാവ് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം മനസ്സിനെ മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ടവരുടെ ലോകത്തെ കൂടിയാണ് ശാന്തമാക്കുന്നത്. ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അവൾ സ്വന്തം മനസ്സിനെ നിശബ്ദമാക്കുക മാത്രമല്ല, ആ കുഞ്ഞു ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ വലിയൊരു വിത്ത് പാകുക കൂടിയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരു ജനത തങ്ങളുടെ ഉള്ളിലുള്ളത് മാറ്റുന്നതുവരെ അള്ളാഹു അവരുടെ അവസ്ഥ മാറ്റുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകുന്ന മാറ്റമാണ് ഒരു വലിയ സമൂഹത്തിൻ്റെ തന്നെ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. ആ മാറ്റം തുടങ്ങേണ്ടത് ശരിയായ പ്രവൃത്തികളിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ആ പഴയ റൂമി വചനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഉള്ളിലെ ആ പ്രബലമായ ദിവ്യനാമം നിങ്ങൾ കണ്ടെത്തിയോ? നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികളെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. നിങ്ങളിൽ ഏത് ഗുണമാണ് കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്? അത് മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത ക്ഷമയാണോ, അതോ ഹൃദയം നിറഞ്ഞ സ്നേഹമാണോ? മറ്റൊരാളെ ആഴത്തിൽ ശ്രദ്ധിക്കാനുള്ള ആ കഴിവോ, അതോ ആരെയും സഹായിക്കാൻ വെമ്പുന്ന ആ മനസ്സോ? തിരിച്ചറിയുക, ആ ഗുണത്തിലാണ് നിങ്ങളുടെ ആന്തരിക നിശബ്ദതയിലേക്കുള്ള ആ രഹസ്യവാതിൽ ഒളിഞ്ഞിരിക്കുന്നത്. മഹാനായ റൂമി പറഞ്ഞു, നിങ്ങളുടെ നാമമാണ് നിങ്ങളുടെ വിധി. നിങ്ങളുടെ ആ നാമം കണ്ടെത്തുക എന്നാൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നാണ്. മനസ്സിനെ ഭരിക്കാൻ പഠിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഭരിക്കുക എന്നാണ്. ഓർക്കുക, നമ്മുടെ മനസ്സൊരിക്കലും ശൂന്യമായിരിക്കില്ല. അതിലൊന്നെങ്കിൽ അഹന്തയുടെ മന്ത്രങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദിവ്യ സ്മരണയുടെ പ്രകാശം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് നമ്മുടെ പോരാട്ടം ചിന്തകളെ നശിപ്പിക്കാനല്ല, മറിച്ച് അവയ്ക്ക് പകരം അർത്ഥവത്തായ മറ്റൊന്ന് വയ്ക്കാനാണ്. ഇതിനെ പകരം വയ്ക്കാനുള്ള കല എന്ന് വിളിക്കാം. അഹന്തയുടെ ആ ബഹളങ്ങൾക്ക് പകരം അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ശാന്തമായ ശബ്ദം ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ് ആ വലിയ മാറ്റം. പെരുമാറ്റത്തിൽ ആ അച്ചടക്കം വന്നു തുടങ്ങിയാൽ നിങ്ങളുടെ ഉള്ളിലെ ബഹളങ്ങൾ സാവധാനം കെട്ടടങ്ങാൻ തുടങ്ങും. ഇനി ഇതിൻ്റെ അവസാന ഘട്ടമാണ് ഉള്ളിലെ ആ വലിയ കൊടുങ്കാറ്റിനെ പൂർണ്ണമായും ശാന്തമാക്കൽ. അതിനായി റൂമി നിർദ്ദേശിക്കുന്നത് ലളിതമെങ്കിലും അതീവ ഗഹനമായൊരു രീതിയാണ്: മൗനത്തിൻ്റെ വ്യായാമം. ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം നിങ്ങൾ പൂർണ്ണമായും നിശബ്ദനായിരിക്കുക.
അവിടെ ആവർത്തിക്കാൻ പ്രത്യേക വാക്കുകളോ ശ്വസന രീതികളോ ഒന്നുമില്ല. ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ മാത്രം. ഇന്ന് എന്നിലൂടെ ഏത് ദിവ്യനാമമാണ് വെളിപ്പെട്ടത്? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ആഴത്തിൽ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടാകാം, അസ്സമീഅ. അല്ലെങ്കിൽ ആഞ്ഞടിക്കുമായിരുന്ന ദേഷ്യം അടക്കി പിടിച്ചിരിക്കാം, അൽ ഹലീം. അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് സ്നേഹം പ്രകടിപ്പിച്ചിരിക്കാം, അൽ വദൂദ്. ആ നിമിഷങ്ങളെ ഒന്ന് ഓർത്തെടുത്തു നോക്കൂ. ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സ് എത്ര ശാന്തമായിരുന്നു. അവിടെ നിങ്ങൾ അല്ലാഹുവുമായി ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇത്തരം ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ ആ ദിവ്യബോധത്തിലേക്ക് വീണ്ടും തിരികെ എത്തിക്കുന്നു. കാരണം ജീവിതത്തിലെ ഏറ്റവും നിശബ്ദമായ നിമിഷങ്ങൾ അല്ലാഹുവിൻ്റെ നാമങ്ങൾ നമ്മിലൂടെ പ്രകാശിക്കുമ്പോഴാണ്. ആ നിമിഷങ്ങളിലേക്ക് ബോധപൂർവം മടങ്ങുന്നതാണ് യഥാർത്ഥ മൗനം. ആധുനിക മനഃശാസ്ത്രം ഇതിനെ പോസിറ്റീവ് റീകോൾ എന്ന് വിളിക്കുമ്പോൾ സൂഫിസം ഇതിനെ പവിത്രമായൊരു അനുഭവമായി കാണുന്നു. കാരണം നിങ്ങൾ ചെയ്ത ഓരോ നന്മയും അല്ലാഹുവിൻ്റെ നാമം വെളിപ്പെട്ട ഓരോ വാതിലുകളാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. മനസ്സിനെ നിശബ്ദമാക്കുക എന്നാൽ ചിന്തകളെ അടിച്ചമർത്തുക എന്നർത്ഥമില്ല. അടിച്ചമർത്തപ്പെട്ട ചിന്തകൾ കൂടുതൽ ശക്തിയോടെ പിന്നീട് തിരിച്ചു വരും. റൂമി പറഞ്ഞത് മനസ്സിനെ നിശബ്ദമാക്കുക എന്നാൽ അല്ലാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് അതിനെ സ്നേഹപൂർവ്വം പരിപാലിക്കുക എന്നാണ്. ചിന്തകളോട് പൊരുതരുത്, അവയെ നന്മയുടെ വഴികളിലേക്ക് മാറ്റിയെടുക്കുക. ദേഷ്യത്തെ ബലം പ്രയോഗിച്ച് അമർത്താൻ നോക്കിയാൽ അത് കൂടുതൽ ഉച്ചത്തിൽ ഗർജിക്കും. എന്നാൽ അതിനെ ക്ഷമയുടെ പ്രകാശത്തിൽ നേരിട്ടാൽ അത് മഞ്ഞുപോലെ അലിഞ്ഞുപോകും. ഉത്കണ്ഠയെ ഓടിക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും വളരും. എന്നാൽ അതിനെ വിശ്വാസം കൊണ്ട് പുണർന്നാൽ അത് തനിയെ മാഞ്ഞുപോകും. മനസ്സിനെ ഒരു മുറിയായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവിടെ ഒരു കൂട്ടം ശബ്ദങ്ങൾ നിർത്താതെ വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്തിയോ വിരട്ടിയോ നിശബ്ദമാക്കാൻ നിങ്ങൾക്കാവില്ല. എന്നാൽ ആ മുറിയിലേക്ക് സ്നേഹത്തോടെയും ആദരവോടെയും അല്ലാഹുവിൻ്റെ നാമങ്ങളെ നിങ്ങൾ ക്ഷണിച്ചു നോക്കൂ. ആ മുറിയിൽ പവിത്രമായ ആ സാന്നിധ്യത്തിൻ്റെ പ്രകാശം നിറയുമ്പോൾ ബഹളങ്ങൾ സാവധാനം കെട്ടടങ്ങുന്നത് നിങ്ങൾക്കറിയാം. ഇതാണ് ശരിക്കുമുള്ള മൗനത്തിൻ്റെ പരിശീലനം. ഇത് ശീലമാക്കുന്നവർ ഒരു വലിയ സത്യം തിരിച്ചറിയും. നമ്മുടെ മനസ്സ് അതിൻ്റെ തന്നെ ബഹളങ്ങൾ കൊണ്ട് ഒടുവിൽ തളർന്നു പോകും. അഹന്തയുടെ ഓരോ വാക്കും നമ്മുടെ ആന്തരിക ഊർജത്തെ ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവസ്മരണ മനസ്സിനെ വീണ്ടും പോഷിപ്പിക്കുന്നു. അത് ഹൃദയത്തിന് ആവശ്യമായ ആഹാരം നൽകുകയും യഥാർത്ഥമായ നിശബ്ദതയെ ഉണർത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയെ ആധുനിക മനഃശാസ്ത്രം റൂമിനേഷൻ എന്ന് വിളിക്കുന്നു. സൂഫിസം 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനുള്ള മരുന്ന് കണ്ടെത്തിയിരുന്നു. അത് ദിക്റാണ്. വാക്കുകളിൽ ഒതുങ്ങാത്ത നമ്മുടെ ഓരോ പ്രവൃത്തിയിലും മൗനത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യസ്മരണ. ഓർക്കുക, മൗനമെന്നാൽ ശൂന്യതയല്ല. മൗനം സത്യത്തിൻ്റെ ശബ്ദം പ്രവേശിക്കാനുള്ള വാതിലാണ്. റൂമി പാടിയതുപോലെ വാക്കുകൾ അവസാനിക്കുന്നിടത്താണ് മൗനം തുടങ്ങുന്നത്. ആ മൗനത്തിലാണ് അല്ലാഹു സംസാരിക്കുന്നത്. മനസ്സ് നിശബ്ദമാകുമ്പോൾ ഹൃദയം കേൾക്കാൻ തുടങ്ങുന്നു. ഹൃദയം കേൾക്കാൻ തുടങ്ങുമ്പോൾ ദിവ്യ സത്യത്തിൻ്റെ വെളിച്ചം ഉള്ളിലുദിക്കുന്നു. ഇതൊരു വെളിപാടല്ല, മറിച്ച് അല്ലാഹു തൻ്റെ ദാസന് നൽകുന്ന പ്രചോദനമാണ്. ആ പ്രചോദനമാണ് ജീവിതത്തിലെ ഏറ്റവും കരുത്തുറ്റ വഴികാട്ടിയാൽ മാറുന്നത്. ഈ യാത്രയുടെ ഏറ്റവും സുന്ദരമായ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ പെരുമാറ്റത്തിലൂടെ അഹന്തയെ നിയന്ത്രിക്കാൻ പഠിച്ചു. മൗനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കി. ഇനി ഈ യാത്ര പൂർത്തിയാകുന്നത് സമർപ്പണത്തിലൂടെയാണ്. നിശബ്ദതയിലേക്കുള്ള ഏറ്റവും വേഗതയുള്ള വഴി മറ്റൊന്നുമല്ല, അല്ലാഹുവിൻ്റെ സന്നിധിയിൽ സർവ്വവും മറന്ന് വെറുതെ നിൽക്കുക എന്നതാണ്. സമർപ്പണം എന്നാൽ ബലഹീനതയല്ല, മറിച്ച് അത് വിശ്വാസത്തിൻ്റെ ഉന്നതമായ പാഠമാണ്. ആധുനിക മനഃശാസ്ത്രം ഇതിനെ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് വിളിക്കുന്നു. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് നിർത്തുന്ന ആ നിമിഷം മനസ്സിൻ്റെ പിറുപിറുപ്പുകൾ അവസാനിക്കുന്നു. എന്നാൽ സൂഫിസം അതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ടു പോകുന്നു. അത് വെറും സ്വീകരണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തും റബ്ബിൽ നിന്നാണെന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഒരു വലിയ നന്ദിയായി ഹൃദയത്തിൽ നിറയുന്നു. ആ നന്ദി മനസ്സിനെ പൂർണ്ണമായും നിശബ്ദമാക്കുന്നു. ഇബ്നു അത്തായില്ലാഹ് അൽ ഇസ്കന്ദരി എത്ര മനോഹരമായാണ് അത് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ വിധി നിന്റെ ഹൃദയത്തിൽ ശാന്തമായിരിക്കുകയാണെങ്കിൽ നിന്റെ മനസ്സിൻ്റെ പിറുപിറുപ്പ് തനിയെ നിൽക്കും. കാരണം അവിടെ നിന്റെ കണക്കുകൂട്ടലുകൾ അവസാനിക്കുകയും അവൻ്റെ കണക്കുകൂട്ടലുകൾ തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് മുറാക്കബ. നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് എന്താണ്? ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകൾ, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, വർത്തമാനകാലത്തെ വിധിയെഴുതൽ, ഇങ്ങനെ നീളുന്ന അനന്തമായ കണക്കുകൂട്ടലുകൾ. മുറാക്കബ എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം സൃഷ്ടാവിന് സമർപ്പിക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ തവക്കുൽ, അവന് അല്ലാഹു തന്നെ മതിയാവനാണ്.
ഈ തവക്കുലിൻ്റെ ആന്തരികാവസ്ഥയാണ് മുറാക്കബ. ജീവിതത്തിലെ ഓരോ സംഭവവും അള്ളാഹുവിൽ നിന്നാണെന്ന് കാണുകയും അത് അവൻ്റെ കൈകളിൽ വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിശ്ചലമാകുന്നു. കാരണം ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സ് പിന്നെ വാദിക്കുന്നില്ല. അള്ളാഹു നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ദാസൻ കേവലം ഒരു സാക്ഷിയായി സമാധാനത്തോടെ നിലകൊള്ളുന്നു. ഇതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആഴത്തിലുള്ള നിശബ്ദത. ആദ്യം വുദു വഴി ആത്മീയമായ ആ ശുദ്ധീകരണം, പിന്നെ പ്രാർത്ഥനയുടെ ആ സാമീപ്യം, അതിനുശേഷം സ്മരണയുടെ തണൽ, ഒടുവിൽ സർവവും അള്ളാഹുവിനായി വിട്ടുകൊടുക്കുന്ന മുറാഖബ. ഈ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിശബ്ദതയുടെ ഏറ്റവും വലിയ ആഴങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തുകയാണ്. അവിടെ മനസ്സിൻ്റെ ഓരോ ശബ്ദങ്ങളും ഒന്നൊന്നായി മായുന്നു. അള്ളാഹുവിലുള്ള ആ സ്മരണ മാത്രം ഹൃദയത്തിൽ എളിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിക്കുന്നു. പിന്നെ നിങ്ങൾ ചിന്തിക്കുകയല്ല, സത്യം നിങ്ങളിലൂടെ ചിന്തിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുകയല്ല, സത്യം നിങ്ങളിലൂടെ സംസാരിക്കുകയാണ്. നിങ്ങൾ കേവലം നിശബ്ദനാകുന്നു. അവിടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം മാത്രം അവശേഷിക്കുന്നു. റൂമി എഴുതി, എല്ലാ ശബ്ദങ്ങളും അവസാനിക്കുന്നിടത്താണ് ഹൃദയത്തിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുന്നത്. ഈ മനസ്സിൻ്റെ ബഹളമൊക്കെ ലോകം സൃഷ്ടിക്കുന്ന വെറും നിഴലുകൾ മാത്രമാണ്. എന്നാൽ ആ നിഴലുകൾക്കും അപ്പുറത്തേക്ക് നിങ്ങളൊന്ന് കടന്നു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ പ്രകാശം അവിടെ വെളിപ്പെടുന്നത് നിങ്ങൾ കാണും. സത്യം പറയൂ, നിങ്ങൾ വല്ലാതെ തളർന്നിരിക്കുകയല്ലേ? കാരണം നിങ്ങളുടെ മനസ്സ് ഇതുവരെ വിശ്രമിച്ചിട്ടില്ല. കഴിഞ്ഞുപോയ സങ്കടങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുത്തു. വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓരോരോ ഭയങ്ങൾ നെയ്തുകൂട്ടി. ഓരോ രാത്രിയിലും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് അതിൻ്റെ ഭാരമെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വയ്ക്കുന്നു. എന്തുകൊണ്ടിത് സംഭവിച്ചു? എന്തുകൊണ്ടിപ്പോൾ? എന്തുകൊണ്ടെനിക്ക് മാത്രം എന്ന ചോദ്യങ്ങൾ. പക്ഷെ തിരിച്ചറിയുക, നിങ്ങളുടെ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരം ബഹളങ്ങൾക്കല്ല. അത് നിശബ്ദമായിരിക്കാനും കേൾക്കാനും ആ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചറിയാനും വേണ്ടിയുള്ളതാണ്. മനസ്സിൻ്റെ ഈ ബഹളങ്ങൾ ഒന്ന് നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഹൃദയം യഥാർത്ഥത്തിൽ പുനർജനിക്കുകയുള്ളൂ. ഓർക്കുക, അള്ളാഹു തൻ്റെ ദാസനെ പരീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അവനെ തൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടെ വിളിക്കുക കൂടിയാണ്. ഓരോ പരീക്ഷണവും അള്ളാഹുവിൻ്റെ ഒരു മൃദുവായ മന്ത്രണമാണ്. എൻ്റെ അടുത്തേക്ക് വരൂ. അതുകൊണ്ട് ഈ ബഹളങ്ങൾക്കിടയിൽ ഒരു നിമിഷമൊന്ന് നിൽക്കുക. ആഴത്തിലൊരു ശ്വാസമെടുത്ത് മനസ്സിനോട് മെല്ലെ പറയുക, എല്ലാം അള്ളാഹുവിൽ നിന്ന് വന്നു, എല്ലാം അവനിലേക്ക് തന്നെ മടങ്ങുന്നു. മഹാനായ റൂമി പറഞ്ഞു, നീ തിരയുന്നത് നിന്റെ ഉള്ളിൽ തന്നെയാണ്, പക്ഷേ നീ പുറത്തു നോക്കുന്തോറും നിന്റെ വഴി ദൈർഘ്യമേറിയതാകും. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലേക്ക് തിരിയുക. അവിടെ സത്യം നിന്നെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങളും നിരാശകളും അടങ്ങാത്ത ആഗ്രഹങ്ങളും ഒടുവിൽ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഇവിടെയാണ്, ഈ പവിത്രമായ നിശ്ചലതയിലേക്ക്, ഉള്ളിലെ കാരുണ്യത്തിൻ്റെ ആ തെളിനീർ ഉറവിടത്തിലേക്ക്, അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഇടത്തിലേക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ദേഷ്യം സൃഷ്ടിക്കുമ്പോഴും ഹൃദയം ആ കാരുണ്യത്തെ ഓർക്കട്ടെ. മനസ്സു ഭയം നിറയ്ക്കുമ്പോൾ ഹൃദയം വിശ്വാസത്തെ പുനരട്ടെ. കാരണം അള്ളാഹു തൻ്റെ കാരുണ്യം നിങ്ങളുടെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിനെ നിശബ്ദമാക്കുക എന്നത് വെറുമൊരു മൗനമല്ല, അത് അത്യന്തം കരുണയോടെയുള്ള ഒരു സമർപ്പണമാണ്. ഹൃദയത്തെ അള്ളാഹുവിലേക്ക് തുറന്നുവെച്ച് അവൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മളൊന്ന് മാറി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടാകാം. പക്ഷേ അവയെയൊക്കെ ഒന്ന് പോകാൻ അനുവദിക്കൂ. കാരണം നിങ്ങളുടെ ചിന്തകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ മാത്രമേ ഉത്തരങ്ങൾ ഉദിച്ചുയരുകയുള്ളൂ. സൗമ്യതയോടെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിയുക. സ്വന്തം കുഞ്ഞിനോടെന്ന പോലെ എല്ലാ ക്ഷമയോടും കരുതലോടും നിങ്ങളോട് തന്നെ പെരുമാറുക. നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളോടെന്ന പോലെ നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുക. ഒരിക്കലും നിങ്ങളെ തന്നെ ഉപേക്ഷിക്കരുത്. കാരണം അള്ളാഹു നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. മനസ്സിൻ്റെ ശബ്ദങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുകയും ഹൃദയം തുറക്കപ്പെടുകയും ചെയ്യുന്ന ആ ധന്യ നിമിഷത്തിൽ നിങ്ങളത് അനുഭവിച്ചറിയും. ശാന്തമായ ആ തിരിച്ചറിവ്, ഞാനിതാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തണലിൽ വിശ്രമിക്കുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.